നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. AKGCT 67ാം സംസ്ഥാന സമ്മേളനം കാസർകോട്ട് തുടങ്ങി. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനുള്ള 3ാം വന്ദേ ഭാരത് ചർച്ചകൾ സജീവമാകുമ്പോൾ പ്രതീക്ഷയോടെ മലബാർ. കോയമ്പത്തൂർ മംഗളൂരു വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചാൽ കാസർഗോഡിനും ഗുണകരം. ഇടയിലക്കാട്ടിലെ പ്രധാന പാതയിൽ ഇരുചക്ര വാഹനങ്ങളെ വീഴ്ത്തുന്ന തരത്തിൽ ഇളകിത്തെറിച്ച കരിങ്കൽ ചീളുകൾ നീക്കി അരിക് ഉറപ്പിച്ച് അധികൃതർ. KCN വാർത്തയെ തുടർന്നാണ് നടപടി. KCN ഇംപാക്ട്. മകനെ ലഹരിക്കേസിൽ കുടുക്കിയെന്ന മാതാവിന്റെ പരാതി. മഞ്ചേശ്വരം പോലീസ് പിടികൂടിയ മുഹമ്മദ് ഫിറോസിന്റെ മാതാവ് മൈമുനയാണ് മകൻ നിരപരാധിയാണെന്ന് അറിയിച്ച് രംഗത്തെത്തിയത്. രണ്ടാം തവണയും നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം അഭിമാന നിറവിൽ നേടി വലിയപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം. വനം വകുപ്പിന്റെ വനനീര് പദ്ധതിയുമായി കൈകോർത്ത് കാസർകോട്ടെ മാധ്യമപ്രവർത്തകർ. സംരക്ഷിത വനത്തിൽ വന്യമൃഗങ്ങൾക്ക് കുടിവെള്ള സൗകര്യത്തിനായി തടയണ നിർമ്മിച്ചു. വാർത്തകൾ വിശദമായി. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് AKGCT 67ാം സംസ്ഥാന സമ്മേളനം കാസർഗോഡ് തുടങ്ങി. നഗരസഭാ ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ 700ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നു. സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് AKGCT 67ാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ പതാക ഉയർത്തലോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയാലും UGC റെഗുലേഷൻസ് ആയാലും കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള നിഷ്കർഷകളായാലും ഇതൊക്കെ ഇത്തരത്തിൽ നഗ്നമായ ആശയ പ്രത്യയശാസ്ത്രപരമായ ഇൻഫിൽട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കാലത്ത് നമ്മൾ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക. ഈ കാലഘട്ടം നമ്മളെ ഏൽപ്പിക്കുന്ന ധാർമ്മികമായ ചുമതലയാണ് അത്. അല്ലെങ്കിൽ പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് നാളെ ഉണ്ടാവില്ല. വലിയ നിലയിലുള്ള തിരിച്ചടിയായിരിക്കും വന്നു ഭവിക്കുന്നത്. ഫെഡറലിസം, വൈജ്ഞാനിക സമൂഹം, നവകേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സമ്മേളനം നടക്കുന്നത്. AKGCT പ്രസിഡന്റ് ഡോക്ടർ N മനോജ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സംഘശബ്ദം സാഹിത്യ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. ഡോക്ടർ MA അസ്കർ വിജയികളെ പരിചയപ്പെടുത്തി. FSTO ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA പരിപാടിയിൽ സംബന്ധിച്ചു. സംഘാടക സമിതി ചെയർമാൻ CH കുഞ്ഞമ്പു സ്വാഗതവും AKGCT ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് റഫീഖ് T നന്ദിയും പറഞ്ഞു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആശാവർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ ഏറ്റവും നന്നായി കേട്ടത് ഇടതുപക്ഷ സർക്കാരാണെന്ന് മന്ത്രി ആർ ബിന്ദു. ആശമാരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പരിഹരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്രമന്ത്രി സമരപന്തൽ സന്ദർശിച്ചപ്പോൾ ആവശ്യങ്ങൾ പറയാതെ മണിമുറ്റത്ത് ആവണിപ്പന്തൽ പാട്ടുപാടുകയാണ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. മാധ്യമങ്ങൾ വിവാദങ്ങൾക്ക് പുറകെ പോകുന്നുവെന്നും നല്ല വാർത്തകൾ കൊടുക്കണമെന്നും മന്ത്രി ഉപദേശിക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോൾ മണിമുറ്റത്ത് ആവണിപ്പന്തൽ എന്നാണല്ലോ അവർ പാടിയത്. അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ അണിനിരക്കുന്ന അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാനൊന്നുമില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു അനുഭാവപൂർണമായ സമീപനമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അവർ സർക്കാരിനെതിരെ ഈ സമരം കൊണ്ടുപോവാണ്. അത് ആദ്യം തുടക്കത്തിൽ SUCIയുടെ നേതൃത്വത്തിലുള്ള ഏതാനും ആശാപ്രവർത്തകരാണ് സമരം നടത്തിയിരുന്നത്. ഇപ്പോൾ BJP ആണ്, BMS ആണ് സമര നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അത് വലിയൊരു വിരോധാഭാസമാണ്. കാരണം BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളിലേക്ക് വോളണ്ടിയേഴ്സായിട്ട് കടന്നു വന്നിട്ടുള്ള ആശമാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ തങ്ങളുടെ അവകാശം സംബന്ധിച്ച ഒരു ഡിമാൻഡും ഉന്നയിക്കുന്നില്ല. BMSൻ്റെ നേതൃത്വത്തിൽ കേരള ഗവൺമെൻറ്റിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. BMS മാത്രമല്ല, നമ്മുടെ പ്രതിപക്ഷം
അംഗങ്ങളൊക്കെ ഒന്നാകെ അവിടെ പോയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചു. മാത്രമല്ല എല്ലാ ഇടതുവിരുദ്ധ ശക്തികളും കൂടി മഴവിൽ മുന്നണി രൂപീകരിച്ചുകൊണ്ട് അവിടെ ആ പാവപ്പെട്ട സ്ത്രീകളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവർ കൃത്യവും വ്യക്തവുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി തങ്ങളുടെ റോൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ആരാണ് തങ്ങളെ സഹായിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കട്ടെ. കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ടുപാടും ഡാൻസ് ചെയ്യുന്ന എല്ലാവരും ചെയ്യേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള മറ്റെല്ലാവർക്കും ഉണ്ടാവണം. കേരളത്തിനുള്ള 3ാം വന്ദേ ഭാരത് ചർച്ചകൾ സജീവമാകുമ്പോൾ പ്രതീക്ഷയോടെ മലബാർ. വടക്കൻ കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിച്ച് കോയമ്പത്തൂർ മംഗളൂരു വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യമാണ് കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. റെയിൽവേ ബോർഡിന്റെ അനുമതി ലഭിച്ചാൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഉപകാരപ്പെടുന്ന സർവീസായി ഇത് മാറും. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന 2 വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളും മികച്ച പ്രതികരണം നേടിയതോടെയാണ് കേരളത്തിന് 3ാമതൊരു വന്ദേ ഭാരത് എന്ന ആവശ്യം ഉയർന്നത്. നേരത്തെ എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തിയിരുന്നുവെങ്കിലും അത് ദീർഘിപ്പിക്കുകയോ സ്ഥിരപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്നത് റെയിൽവേ പരിഗണിക്കുന്നുണ്ട്. ഇതിനിടെയാണ് വടക്കൻ കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിച്ച് കോയമ്പത്തൂർ മംഗളൂരു വന്ദേ ഭാരത് സർവീസിനായി ആവശ്യം ഉയർന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ ബജറ്റ് സെഷനിൽ ധനാഭ്യർത്ഥന ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവേ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനാണ് മംഗളൂരു കോയമ്പത്തൂർ വന്ദേ ഭാരത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. നിലവിൽ വടക്കൻ കേരളത്തിൽ ട്രെയിൻ യാത്രികർ ദുരിതം അനുഭവിക്കുന്ന പ്രധാന റൂട്ടാണ് കോഴിക്കോട് കാസർഗോഡ് റൂട്ട്. സംസ്ഥാനത്തെ പല ട്രെയിനുകളും കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്നതിനാൽ വൈകുന്നേരങ്ങളിലും രാത്രിയിലുമുള്ള ട്രെയിനുകളുടെ കുറവ് പരിഹരിക്കണമെന്ന് കാലങ്ങളായി റെയിൽവേക്ക് മുന്നിലുള്ള ആവശ്യങ്ങളാണ്. കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പുതിയ വന്ദേ ഭാരത് വരികയാണെങ്കിൽ കോഴിക്കോട് കാസർഗോഡ് റൂട്ടിലെ 3ാമത്തെയും മംഗലാപുരത്തേക്കുള്ള 2ാമത്തെയും വന്ദേ ഭാരതായി ഇത് മാറും. റെയിൽവേ വികസനത്തിനുതകുന്ന സാഹചര്യവും ഉയർന്ന യാത്രക്കാരുമുണ്ടായിരുന്നിട്ടും കേരളത്തിലെ റെയിൽവേ ശൃംഖല ഇന്ത്യയിലെ ഏറ്റവും അവികസിതമായ ഒന്നായി കിടക്കുകയാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ശബരി റെയിൽ ലിങ്ക്, തിരക്ക് കുറയ്ക്കുന്നതിനായി മെമു സർവീസുകൾ തുടങ്ങിയ നിർണായക പദ്ധതികൾക്കായുള്ള സംസ്ഥാനത്തിന്റെ അപേക്ഷകൾ പരിഗണിക്കപ്പെട്ടില്ലെന്ന് റെയിൽ ബജറ്റ് ചർച്ചയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടി. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളെയും അമൃത് ഭാരത് സ്റ്റേഷനുകളും അനുവദിക്കുമ്പോൾ കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഫയലുകളിൽ ഉറങ്ങുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും പലപ്പോഴായി നൽകാറുള്ള പല നിർദ്ദേശങ്ങൾക്കും യാത്രക്കാർ കുറവാണ്, ഫീസിബിലിറ്റി ഇല്ല എന്ന പതിവ് റെഡിമെയ്ഡ് മറുപടി നൽകി റെയിൽവേ കൈകഴുകുകയാണ് പതിവ്. എല്ലാ കാലത്തും ഇത് അംഗീകരിക്കുവാനാകില്ല. കാലഹരണപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുമായി പൊരുതുന്ന ഒരു സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വ്യവസ്ഥാപരമായ പക്ഷപാതമാണിതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വലിയപറമ്പ് ഇടയിലക്കാട്ടിലെ പ്രധാന പാതയിൽ ഇരുചക്ര വാഹനങ്ങളെ വീഴ്ത്തുന്ന തരത്തിൽ ഇളകിത്തെറിച്ച കരിങ്കൽ ചീളുകൾ നീക്കി അരിക് ഉറപ്പിച്ച് അധികൃതർ. KCN ചാനൽ നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. ഇടയിലേക്കാട് ബണ്ട് കഴിഞ്ഞുള്ള 3 വളവുകളിലും കരിങ്കൽ ചീളുകൾ ഇളകി തെറിക്കാത്ത രീതിയിൽ ഉറപ്പിക്കുന്ന പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. ടിപ്പർ ലോറികൾ, ബസ്സുകൾ തുടങ്ങി വലിയ വാഹനങ്ങൾ വളവിലൂടെ കടന്നു പോകുമ്പോൾ പുതുതായി അരികിൽ നിർത്തിയ കരിങ്കൽ ചീളുകൾ ഇളകി റോഡിലേക്ക് തെറിക്കുന്നത് മൂലം ദിവസങ്ങളായി ഇരുചക്ര വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം KCN ചാനൽ വാർത്ത നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് റോഡ് റോളർ ഉപയോഗിച്ച് അരികുറപ്പിക്കുന്ന പ്രവൃത്തി ശനിയാഴ്ച ആരംഭിച്ചത്. ഇതിനുശേഷം കരിങ്കൽ ചീളുകൾ തെറിച്ചു പോവാതിരിക്കാൻ പ്രധാന വളവുകളിൽ താൽക്കാലികമായി അരികുകൾ ടാറിംഗ് നടത്തുമെന്ന് അധികൃതർ പറഞ്ഞു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ഇടയിലക്കാട് ബണ്ട് മുതൽ വലിയപറമ്പ് പാലം വരെ മെക്കാഡ് ടാറിംഗ് നടത്തുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ഏതാണ്ട് 18-ൽ പരം വൈദ്യുത തൂണുകൾ റോഡിൽ നിന്നും മാറ്റി സ്ഥാപിച്ച് വേണം ടാറിംഗ് നടത്താൻ. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മകനെ ലഹരിക്കേസിൽ കുടുക്കിയെന്ന പരാതിയുമായി മാതാവ് രംഗത്ത്. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് മഞ്ചേശ്വരം പോലീസ് പിടികൂടിയ CM മുഹമ്മദ് ഫിറോസിന്റെ മാതാവ് മൈമുനയാണ് മകൻ നിരപരാധിയാണെന്നറിയിച്ച് രംഗത്തെത്തിയത്. ഒരു സുഹൃത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് മകനെ ചതിയിൽപ്പെടുത്തുകയായിരുന്നുവെന്നാണ് മൈമുന പറയുന്നത്.
ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഉപ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് മഞ്ചേശ്വരം SIയുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ MDMAയുമായി CM മുഹമ്മദ് ഫിറോസിനെ പിടികൂടുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്നാണ് മുഹമ്മദ് ഫിറോസിൻ്റെ മാതാവ് മൈമൂന പറയുന്നത്. ഫുട്വെയർ ബിസിനസ് ചെയ്യുന്ന മകൻ ഒരു കേസിലും ഇതുവരെ പ്രതിയല്ല. നാട്ടുകാർക്കും കുടുംബക്കാർക്കുമിടയിൽ മകനെക്കുറിച്ച് മോശം അഭിപ്രായമില്ല. വൈദ്യപരിശോധനയിൽ മകന് ലഹരി ഉപയോഗിച്ചതായോ ഫോൺ കോൾ പരിശോധനയിൽ വിൽപ്പന നടത്തിയതായോ തെളിവില്ലെന്നും മാതാവ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വിളിച്ച സമയത്ത് മക്കളിനെ കണ്ടു സംസാരിച്ച സമയത്ത് പിന്നെ പോലീസുകാർ കാറ് നിർത്തിയിട്ട് അതിൻ്റെ പോലീസുകാർ വന്ന് അവനെ പിടിച്ചിട്ട് അവനെ പിടിച്ചതിൻ്റെ കയ്യിൽ എന്താണ് ചോദിച്ച സമയത്ത് അവൻ്റെ കീസിലോ കയ്യിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. 5 രൂപയുടെ പൈസ ഉണ്ടായിരുന്നില്ല, അവൻ്റെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മൊബൈൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പോലീസുകാർ വന്നിട്ടാണ് അവൻ്റെ കീസിൽ നിന്ന് എടുക്കുന്നത്. അത് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ആണെന്ന് കിട്ടിയൊരു വീഡിയോ ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ അവൻ പറയുന്ന വോയിസ് എന്തെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്നോ, നിങ്ങൾക്ക് അത്ര മനസ്സിലായിട്ട് ആദ്യം നോക്കുമ്പോണ്ടായിരുന്നോ, രണ്ടാമത് നിങ്ങൾ എടുത്തു തരുന്ന പറയുന്ന വോയിസ് അവനൊരു വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു. പിന്നെ അവർ ബിസിനസ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഉപ്പ നാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം 3 വർഷമായി അവരുടെ കുട്ടികളൊക്കെ താമസിക്കുന്നത്. പക്ഷെ ഇപ്പം ആ സമയത്ത് ഇല്ലാത്ത സംഭവങ്ങൾ കൊണ്ട് അത് തെളിയിക്കാൻ വേണ്ടിയാണ് വന്നത്. ഞാനത് മകൻ നിരപരാധിയെന്ന് തെളിയും വരെയും നിയമപോരാട്ടം നടത്തുമെന്ന് അറിയിച്ച മൈമൂന മകനെ കുടുക്കിയവർക്കെതിരെയും നിയമപോരാട്ടം നടത്തുമെന്നും കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം 2ാം തവണയും നേടി വലിയപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയാണ് NQS സ്വന്തമാക്കിയത്. 8 വിഭാഗങ്ങളിലായി 6500ഓളം ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് ആശുപത്രിയെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. പടന്ന കടപ്പുറത്ത് പ്രവർത്തിക്കുന്ന വലിയപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്കോർ മികവിൽ 1ാം സ്ഥാനം ലഭിച്ചു. ഇത് 2ാം തവണയാണ് വലിയപറമ്പിന് NQS മികവ്. ലാബ്, ഫാർമസി, അഡ്മിനിസ്ട്രേഷൻ, OP വിഭാഗം, പ്രതിരോധ പ്രവർത്തനങ്ങൾ, പൊതുജനങ്ങളോടുള്ള ഇടപെടൽ തുടങ്ങി നിരവധി മാനദണ്ഡങ്ങളുടെ പരിശോധനയിലൂടെയാണ് 95.73 സ്കോർ കുടുംബാരോഗ്യ കേന്ദ്രം നേടിയത്. 2025 മുതൽ 2028 വരെയുള്ള 3 വർഷക്കാലത്തേക്കാണ് ഈ അംഗീകാരം. ദേശീയ അംഗീകാരത്തിൻ്റെ മുന്നോടിയായി ജില്ലാ സംസ്ഥാന ടീമുകളുടെ പരിശോധന നടത്തിയാണ് മാർക്ക് നൽകി പ്രഖ്യാപനം ഉണ്ടായത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികളും അവയുടെ വിനിയോഗവും കൂടി പരിഗണിച്ചാണ് NQS ലഭിച്ചത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ജീവനക്കാരുടെ ആത്മാർത്ഥമായിട്ടുള്ള സേവനം ഈ ഒരു അവാർഡിലേക്ക് നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ജനകീയമായിട്ടുള്ള ആരോഗ്യ പദ്ധതികളും കൂടിയാണ് ഞങ്ങളെ ഈ ഒരു പുരസ്കാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ നമ്മുടെ TB മുക്ത പഞ്ചായത്ത് കൂടി ആയി ഞങ്ങൾ മാറിയിട്ടുണ്ട്. മാരകമായിട്ടുള്ള അസുഖബാധിതരായിട്ടുള്ള ക്യാൻസർ പേഷ്യൻറ്റുകളായാലും അതോടൊപ്പം തന്നെ ഡയാലിസിന് വിധേയമാകുന്ന രോഗികൾക്കും ഭീമമായ തുക ആണ് മെഡിസിന് വേണ്ടി ചിലവാകുന്നത്. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ പദ്ധതിയിൽ മികച്ച രീതിയിൽ 40 ലക്ഷത്തോളം രൂപയാണ് മെഡിസിൻ വാങ്ങി രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ തീരദേശ ജനതയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഏറെ മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നത്. ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു അംഗീകാരം ഞങ്ങളെ തേടിയെത്തിയതിലുള്ള സന്തോഷം പങ്കിടുകയാണ്. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പൂർണ്ണ പിന്തുണയിൽ 25 ജീവനക്കാരും 15 ആശാ വർക്കർമാരും ഉൾപ്പെടുന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ മോഹൻ്റെ നേതൃത്വത്തിലുള്ള കുടുംബാരോഗ്യ ടീം ഒത്തൊരുമിച്ചപ്പോഴാണ് വീണ്ടും അംഗീകാരം കടലോര പഞ്ചായത്തിനെ തേടിയെത്തിയത്. വിവിധ വാർഷിക പദ്ധതികളിലായി ആരോഗ്യമേഖലയിൽ മാത്രം 60 ലക്ഷം രൂപ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മാറ്റിവയ്ക്കുന്നതായും NQS അംഗീകാരം നേടിയതിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വനം വകുപ്പിന്റെ വനനീര പദ്ധതിയുമായി കൈകോർത്ത് കാസർകോട്ടെ മാധ്യമപ്രവർത്തകർ. വന്യജീവികൾക്ക് വനത്തിനകത്ത് കുടിവെള്ള സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായി മാധ്യമപ്രവർത്തകർ സംരക്ഷിത വനത്തിൽ ചെറുതടയിണ നിർമ്മിച്ചു. ലോക വനദിനത്തിൽ മാധ്യമപ്രവർത്തകർ നടത്തിയ ഈ സേവന പ്രവർത്തനം വേറിട്ട മാതൃകയായി മാറി.
ലോക വനദിനത്തിൽ വനത്തിനകത്ത് മൃഗങ്ങൾക്ക് കുടിവെള്ളമൊരുക്കാൻ ചെറുതടയണ തീർത്ത് കാസർകോട്ടെ മാധ്യമപ്രവർത്തകർ. വന്യജീവി മനുഷ്യ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വനനീര് പദ്ധതിയിലാണ് കാസർഗോഡ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർ വനത്തിലെത്തിയത്. മുളിയാർ സംരക്ഷിത വനമേഖലയിലെ ചെറ്റത്തോടിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തടയണ പണിതത്. വനനീര് പദ്ധതിയിൽ 150 ചെറുതടയണകളാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത്. വനത്തിനുള്ളിൽ കുടിവെള്ളവും ഭക്ഷണവും കിട്ടാതാകുമ്പോഴാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത്. ഇതൊഴിവാക്കാനായാണ് വെള്ളം കെട്ടി നിർത്താനുള്ള വനനീര് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനൊപ്പം ഫലവൃക്ഷ തൈകളും വച്ചുപിടിപ്പിക്കുന്നുണ്ട്. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ നിരന്തരം വാർത്തകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം കൈകോർത്തതിൽ സന്തോഷമുണ്ടെന്നും ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ഒപ്പം ചേർന്ന് നടത്താനാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും പ്രവർത്തനം നിരീക്ഷിക്കാനെത്തിയ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കെ അഷ്റഫ് പറഞ്ഞു. 20ഓളം മാധ്യമപ്രവർത്തകരാണ് ഉൾക്കാട്ടിൽ തടയണ നിർമ്മാണം നടത്തിയത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജു കണ്ണൻ, സെക്രട്ടറി പ്രദീപ് നാരായണൻ, പുരുഷോത്തമ പെർള, ഷൈജു പിലാത്തറ, രഞ്ജിത്ത് മന്നിപ്പാടി, കെ വി പത്മേഷ് എന്നിവർ നേതൃത്വം നൽകി. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ CV വിനോദ് കുമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ KA ബാബു, K ജയകുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സുനിൽ അഭിലാഷ്, അർജുൻ, RRTയിലെ രവീന്ദ്രൻ, സുധീഷ്, വാച്ചർമാർ തുടങ്ങിയവരും നിർമ്മാണത്തിൽ സഹായിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാറാം പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ കേരളത്തെയും കയറ്റിറക്കു തൊഴിലാളികളെയും അപഹസിച്ചുവെന്നാരോപിച്ച് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU കുമ്പള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി B ശോഭ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ കേരളത്തെയും കേരളത്തിലെ കയറ്റിറക്ക് തൊഴിലാളികളെയും അപഹസിച്ചുവെന്നാരോപിച്ച് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU കുമ്പള ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ബദിയടുക്ക ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. പ്രതിഷേധം CITU ജില്ലാ സെക്രട്ടറി B ശോഭ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് പ്രകാശ് മണ്ണായ അധ്യക്ഷത വഹിച്ചു. കലാപം കൊണ്ട് കത്തിപ്പടരുന്ന മണിപ്പൂരിനെ പറ്റി അവിടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധവും തൊഴിലാളി വർഗ വിരോധവും വെച്ചുകൊണ്ട് നേരത്തെ മറ്റൊരു മന്ത്രി പറഞ്ഞതുപോലെ ഉന്നത കുലത്തിൽ പിറന്നു എന്ന് പറയുന്ന ആ മനോഭാവം, പഴയ കാലത്തുള്ള ഭൂപ്രഭു മനോഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് ജനാധിപത്യ ശ്രീകോവിൽ വെച്ച് ഇങ്ങനെ തൊഴിലാളി വർഗത്തെ അപമാനിക്കാൻ ഇതിനെ ഏറ്റവും ശക്തമായ ഭാഷയിലും നമ്മൾ പരിശീലിക്കണം. ഏരിയ സെക്രട്ടറി ബിനീഷ് സ്വാഗതം പറഞ്ഞു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജയപ്രകാശ്, CPM ബദിയടുക്ക ലോക്കൽ സെക്രട്ടറി ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. ബദിയടുക്ക ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ CITU സംഘടിപ്പിക്കുന്ന ദേശവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർക്കള പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് T നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം വേതനം 26,000 രൂപ അനുവദിക്കുക, PF, പെൻഷൻ, ഗ്രാറ്റുവിറ്റി എന്നിവ നൽകുക, ഇൻഷുറൻസ് പുനഃസ്ഥാപിക്കുക, കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തിന് അർഹമായ വിഹിതം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ CITU നേതൃത്വത്തിൽ നടത്തുന്ന ദേശവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി കാസർഗോഡ് ഏരിയ കമ്മിറ്റി ചെർക്കള പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് T നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് റീന അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീവിദ്യ K സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം AR ധന്യവാദ്, ഏരിയ സെക്രട്ടറി PV കുഞ്ഞമ്പു, K ജയകുമാരി, KN പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UAE ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമദാൻ റിലീഫും ചികിത്സാ സഹായവും കൈമാറി. ആലമ്പാടി ഗിലർ ജമാഅത്ത് ഖത്തീബ് ഉസ്താദ് PV അബ്ദുൽ സലാം ധാരിമി ഉദ്ഘാടനം ചെയ്തു. UAE ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് വിതരണവും 4 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായവും കൈമാറി.
ആലമ്പാടി കിളിർ ജമാഅത്ത് കമ്മിറ്റി ഹാളിൽ നടന്ന പരിപാടി ഖത്തീബ് ഉസ്താദ് PV അബ്ദുസലാം ദാരിമി ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ മെഹ്റാജ് അധ്യക്ഷത വഹിച്ചു. ചികിത്സാ സഹായം PV അബ്ദുസലാം ദാരിമിയും റമദാൻ റിലീഫ് A മമ്മിനിയും കൈമാറി. ആലമ്പാടി കിളിർ ജമാഅത്ത് പ്രസിഡന്റ് A മമ്മിനി, ജനറൽ സെക്രട്ടറി മുഹമ്മദ് മേനത്ത്, ട്രഷറർ ഹമീദ് മെഹ്റാജ്, അബ്ബാസ് കടുമന എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് ഹാജി സുബിയം തൊട്ടി, അഹമ്മദ് ഹാജി മദകത്തിൽ, മുഹമ്മദ് പൊയ്യയിൽ, ഷെരീഫ് ഖാദർ മുസ്ലിയാർ, അബ്ദുൽ ഖാദർ മെഹ്റാജ്, മുഹമ്മദ് ഹാജി, ഇബ്രാഹിം ചെറിയാലമ്പാടി, ബഷീർ നാൽത്തടുക്ക, ഹാജി ഖാദർ, മുഹമ്മദ് BA തുടങ്ങിയവർ സംബന്ധിച്ചു. അബൂബക്കർ കൊടക് സ്വാഗതവും മുസ്തഫ മൊയ്തീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം EMS AKG അനുസ്മരണം സംഘടിപ്പിച്ചു. ബാലബോധിനി അങ്കണത്തിൽ വച്ചാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലാണ് EMS AKG അനുസ്മരണം സംഘടിപ്പിച്ചത്. ബാലബോധിനി അങ്കണത്തിൽ വെച്ചായിരുന്നു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. അവരെ ചേർത്ത് പിടിക്കും. അവർക്കെതിരെ അനീതി കാട്ടുന്നവരാരായാലും അനീതിക്കെതിരെ കലാപമുയർത്താൻ, സിംഹഗർജനമുയർത്താൻ AKG പോർനിലങ്ങളിലുണ്ടാകും. അങ്ങനെയാണ് പല ചുരുളി കീരിത്തോട് സമരം, അമരാവതി സത്യാഗ്രഹം, പഞ്ചാബിലെ നിരവധി സമരമുഖങ്ങൾ, അങ്ങനെ ഇന്ത്യയിലാകമാനം വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ പ്രദേശങ്ങളിലുമെല്ലാം മണ്ണിൽ അധ്വാനിക്കുന്ന കർഷക തൊഴിലാളിയും കൃഷിക്കാരനും നടത്തിയ പോരാട്ടങ്ങളിലെല്ലാം ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായുള്ള പോരാട്ടത്തിൽ അഡ്വക്കേറ്റ് K രാജ്മോഹനൻ, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, M രാഘവൻ, അഡ്വക്കേറ്റ് P അപ്പുകുട്ടൻ, കാറ്റാടി കുമാരൻ, M സേതു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റംസാൻ മാസത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം നൽകി കാഞ്ഞങ്ങാട് നഗരസഭ ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. പുതിയകോട്ട TB റോഡിലുള്ള കെൻസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് ഇഫ്താർ സംഗമം നടത്തിയത്. റംസാൻ മാസത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം നൽകി കാഞ്ഞങ്ങാട് നഗരസഭ ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. പുതിയകോട്ട TB റോഡിലുള്ള കെൻസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് ഇഫ്താർ സംഗമം നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പുതിയകോട്ട ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ അസീസ് റംസാൻ സന്ദേശം നൽകി. അഡ്വക്കേറ്റ് K രാജ്മോഹൻ, കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്ത്, ഹോസ്തോർക്ക് ഇൻസ്പെക്ടർ P അജിത് കുമാർ, V ബാലകൃഷ്ണൻ, M പ്രശാന്ത്, ഉദിനൂർ സുകുമാരൻ, കൃഷ്ണൻ പനങ്കാവിൽ, PP രാജു, P മുഹമ്മദ് കുഞ്ഞി, പ്രമോദ് കരുവളം, ബഷീർ ആറങ്ങാടി, കാഞ്ഞങ്ങാട് മർച്ചന്റ് പ്രസിഡന്റ് അസീഫ്, K വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽട്ടക് അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരത്തിലെ സാമൂഹിക, സാംസ്കാരിക, മത, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ നോമ്പുതുറയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വതന്ത്ര കർഷക സംഘം കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി C മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര കർഷക സംഘം കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി C മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം നിർവഹിച്ചു. അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി പാലാട്ട് ഇബ്രാഹിം ഹാജി ആമുഖ പ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി M ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു. ഹജ്ജ് ട്രെയിനർ സൈനുദ്ദീൻ കോട്ടപ്പുറം, OP അബ്ദുള്ള സഖാഫി എന്നിവർ ക്ലാസ് എടുത്തു. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ജില്ലാതല ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന കൌൺസിൽ അംഗം ബേർക്ക അബ്ദുള്ള കുഞ്ഞിയിൽ നിന്നും ജില്ലാ സ്വാഗത സംഘം ചെയർമാൻ മുനീർ ഹാജി ഫണ്ട് ഏറ്റുവാങ്ങി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ഹാജി, സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് C കുഞ്ഞാമത് ഹാജി പാലക്കി, കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത്, അബൂബക്കർ എടനീർ, A ഹമീദ് ഹാജി, മച്ചമ്പാടി ഹമീദ്, അബ്ദുള്ള ഹാജി ഉദുമ, A അബ്ദുള്ള, ഖദീജ ഹമീദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AKGCT 67ാം സംസ്ഥാന സമ്മേളനം കാസർകോട്ട് തുടങ്ങി. മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനുള്ള 3ാം വന്ദേ ഭാരത് ചർച്ചകൾ സജീവമാകുമ്പോൾ പ്രതീക്ഷയോടെ മലബാർ. കോയമ്പത്തൂർ മംഗളൂരു വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചാൽ കാസർഗോഡിനും ഗുണകരം. ഇടയിലക്കാട്ടിലെ പ്രധാന പാതയിൽ ഇരുചക്ര വാഹനങ്ങളെ വീഴ്ത്തുന്ന തരത്തിൽ ഇളകിത്തെറിച്ച കരിങ്കൽ ചീളുകൾ നീക്കി അരിക് ഉറപ്പിച്ച് അധികൃതർ.
KCN വാർത്തയെ തുടർന്നാണ് നടപടി. KCN ഇംപാക്ട്. മകനെ ലഹരി കേസിൽ കുടുക്കിയെന്ന് മാതാവിന്റെ പരാതി. മഞ്ചേശ്വരം പോലീസ് പിടികൂടിയ മുഹമ്മദ് ഫിറോസിന്റെ മാതാവ് മൈമുനയാണ് മകൻ നിരപരാധിയാണെന്ന് അറിയിച്ച് രംഗത്തെത്തിയത്. രണ്ടാം തവണയും നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം അഭിമാന നിറവിൽ നേടി വലിയ പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം. വനം വകുപ്പിന്റെ വനനീര് പദ്ധതിയുമായി കൈകോർത്ത് കാസർകോട്ടെ മാധ്യമപ്രവർത്തകർ. സംരക്ഷിത വനത്തിൽ വന്യമൃഗങ്ങൾക്ക് കുടിവെള്ള സൗകര്യത്തിനായി തടയണ നിർമ്മിച്ചു. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.